Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ ലാസ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് വോളറ്റിലിറ്റിയിലും നമ്മുടെ മിഡ് ക്യാപ് കമ്പനീസ് ഒക്കെ നമ്മുടെ മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്തേക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മുടെ ലാർജ് ക്യാപ് കമ്പനീസിനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ മിഡ് ക്യാപ് കമ്പനീസിനൊക്കെ റിസ്ക് കൂടുതലാണ്, അതുപോലെ തന്നെ ബീറ്റയും കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലാർജ് ക്യാപ് കമ്പനീസിനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേൺസും കൂടുതൽ തരുന്നത് നമ്മുടെ മിഡ് ക്യാപ് കമ്പനീസ് തന്നെയാണ്. അപ്പം ലാസ്റ്റ് 6 months നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പീരീഡ് മിഡിലൊക്കെ ആയപ്പോൾ നമ്മുടെ അണ്ടർ പെർഫോമൻസ് ഒക്കെ റിക്കവർ ചെയ്ത് മിഡ് ക്യാപ് കമ്പനീസ് ഒരു റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ലാസ്റ്റ് 6 months ഹയസ്റ്റ് റിട്ടേൺസ് നൽകിയിട്ടുള്ള 5 മിഡ് ക്യാപ് സ്റ്റോക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് എന്നൊക്കെ നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഗ്രോ മലയാളം എന്ന നമ്മുടെ ഒരു ചാനൽ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രോ മലയാളത്തിന് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ FB പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അപ്പം ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന 5 കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന 5 കമ്പനീസിൻ്റെയും റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE ഗ്രേറ്റർ ദാൻ 20% ആണ്, ഡെറ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 0.5 ആണ്, ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഗ്രേറ്റർ ദാൻ 10% ആണ്, 5 year സെയിൽസ് CAGR ഗ്രേറ്റർ ദാൻ 10% ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് 6 months ഹയസ്റ്റ് റിട്ടേൺ നൽകിയിട്ടുള്ള കമ്പനി നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് എല്ലാം വരുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് 7th October 2022 ആണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് കമ്പനി ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് കമ്പനി RHI Magnesita ആണ്. അപ്പം ഈ ഒരു കമ്പനി മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഓറിയന്റ് റിഫ്രാക്ടറീസ് ലിമിറ്റഡ് എന്നാണ്. അപ്പം ഇവരുടെ ബിസിനസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതുപോലെ തന്നെ ഗ്ലോബലി സ്റ്റീൽ ഇൻഡസ്ട്രിക്കുള്ള സ്പെഷ്യൽ റിഫ്രാക്ടറി പ്രൊഡക്ട്സ്, സിസ്റ്റംസ് അതുപോലെ തന്നെ സർവീസസ് ഒക്കെ മാനുഫാക്ചർ അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഇന്ത്യയിൽ സ്പെഷ്യൽ റിഫ്രാക്ടറീസിൻ്റെ മാർക്കറ്റ് ലീഡറാണ് ഇവർ. അതുപോലെ തന്നെ ഇവർക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഗ്ലോബൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം ഇവരുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 74% ഇവർ ഏൺ ചെയ്യുന്നത് റിഫ്രാക്ടറീസിൻ്റെ മാനുഫാക്ചറിൽ നിന്നാണ്. അതുപോലെ തന്നെ 22% ഇവർ റിഫ്രാക്ടറീസിൻ്റെ ട്രേഡിംഗ് നിന്നാണ് ഏൺ ചെയ്യുന്നത്. അപ്പം സ്റ്റീൽ ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിഫ്രാക്ടറി ഡിമാൻഡ് പ്രൈമർലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ സെയിലിൻ്റെ 75% ഇത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. സോ റിഫ്രാക്ടറി പ്രൊഡക്ട്സ്, ഗ്ലാസ്, സിമെൻറ്റ്, പെട്രോ കെമിക്കൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈലി ഫ്രാഗ്മെൻറ്റഡ് മാർക്കറ്റിൽ നമ്മുടെ കമ്പനി ഗ്ലോബൽ മാർക്കറ്റ് ലീഡേഴ്സാണ്. അപ്പോൾ 1.6 trillion rupees ഗ്ലോബൽ മാർക്കറ്റിൽ ഇവർക്ക് 15% മാർക്കറ്റ് ഷെയർ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഫോർച്യൂൺ ഇന്ത്യ നെക്സ്റ്റ് 500 ലിസ്റ്റിലെ ടോപ്പ് റാങ്ക് റിഫ്രാക്ടറി കമ്പനീസ് ആണ് നമ്മുടെ RHI Magnesita ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് 6 months നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് 613 രൂപയിൽ നിന്ന് 658 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 7.5% ഇൻക്രീസ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മേജർ എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ വരുന്നത് ഇപ്പോൾ റോഡ്സ്, പവർ, റെയിൽവേസ്, എയർപോർട്ട്സിലേക്കൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റീല്. സോ നമ്മുടെ റിഫ്രാക്ടറീസ് ഡിമാൻഡ് പ്രൈമറി ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ബേസിലാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും കമ്പനിനെ ബെനിഫിറ്റ് ചെയ്യും. അതുപോലെ തന്നെ കമ്പനിയുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെൻട്രി ഡേയ്സ് കൂടുന്നതുകൊണ്ടാണ്. അപ്പം ഇൻവെൻട്രി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അവരുടെ പ്രൊഡക്ട്സ്, അതായത് ഇൻവെൻട്രി സെയിൽ ചെയ്യുന്നതിന് മുമ്പ് കമ്പനി എത്ര നാളാണ് അവരുടെ ആ ഒരു ഇൻവെൻട്രി അവർ കീപ്പ് ചെയ്യുന്നത് എന്നാണ് ഇൻവെൻട്രി ഡേയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻവെൻട്രി സെയിൽ ചെയ്തിട്ടാണ് ക്യാഷിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇൻവെൻട്രി ഡേയ്സ് കൂടുവാണെങ്കിൽ നമ്മുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിളും കൂടും. സോ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കൂടുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്ന ആ ഒരു എഫിഷ്യൻസി കുറയുകയാണ് എന്നാണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 658.70 rupees ആണ്. PE വരുന്നത് 35.3 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.06 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 30.8 ആണ്. ROE വരുന്നത് 29.3 ആണ്. 1 year റിട്ടേൺ വരുന്നത് 78.5 ആണ്. അതുപോലെ തന്നെ 5 year റിട്ടേൺസ് വരുന്നത് 34.7 ആണ്. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് വൺ വരുന്നത് 200 DMA ആണ്. ദാറ്റ് ഈസ് 200 day മൂവിങ് ആവറേജ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇനി RSIയുടെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡൗൺ ട്രെൻഡ് അപ്പ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ RSI വാല്യൂ എബോവ് 70 ജനറലി ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനി അജന്ത ഫാർമ ലിമിറ്റഡ് ആണ്.
അപ്പോൾ 1973 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ ഡെവലപ്മെന്റ്, മാനുഫാക്ചറിങ് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം കമ്പനിക്ക് നല്ലൊരു ഡൈവേഴ്സിഫൈഡ് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ തന്നെയാണുള്ളത്. അപ്പോൾ ആൻറ്റി മലേറിയൽ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഡെർമറ്റോളജി, ഒപ്റ്റോളജിയിലൊക്കെ ആയിട്ട്. അപ്പോൾ കമ്പനിക്ക് 5 റവന്യൂ സ്ട്രീംസ് ആണുള്ളത്. അപ്പം ഇവരുടെ 73% ബിസിനസ് കോൺട്രിബ്യൂഷൻ എന്ന് ബ്രാൻഡഡ് ജനറിക്സ് എന്നാണ്. അപ്പോൾ ഇത് 30-ലധികം രാജ്യങ്ങളിൽ നിന്നായിട്ടാണ് വരുന്നത്. അതായത് ഇന്ത്യ, ഇപ്പോൾ ഏഷ്യ, അതുപോലെ തന്നെ ആഫ്രിക്ക എന്നൊക്കെ. ഇനി 21% ബിസിനസ് വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റായി USA നിന്നാണ്. ഇനി ബാക്കി 6% വരുന്നത് ആഫ്രിക്കയിലെ ആൻറ്റി മലേറിയൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സിൽ നിന്നാണ്. അപ്പോൾ കമ്പനിക്ക് ഒരു സ്ട്രോങ് ബിസിനസ് പ്രൊഫൈൽ തന്നെയാണുള്ളത്. അപ്പോൾ സ്പെഷ്യാലിറ്റി തെറപ്പറ്റിക് സെഗ്മെന്റ് ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റോളജിയിൽ ഇവർക്ക് 22%, ഡെർമറ്റോളജിയിൽ 15%, കാർഡിയോളജിയിൽ 44%, പെയിൻ മാനേജ്മെന്റിൽ 8%. ഇനി ഇവരുടെ ടോട്ടൽ ഡൊമസ്റ്റിക് സെയിൽസിന്റെ 11% കോൺട്രിബ്യൂഷൻ വരുന്നത് ആന്റിബയോട്ടിക്സ് അതുപോലെ ഡ്രഗ്സിൽ നിന്നാണ്. അപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 10% കൂടിയിട്ടുണ്ട്. അതായത് 1152 രൂപയിൽ നിന്ന് 1262 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. കമ്പനിക്ക് നല്ലൊരു ജോഗ്രഫിക്കൽ റീച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഹെൽത്തി എക്സ്പോർട്ട് മിക്സ് ആണുള്ളത്. അപ്പോൾ 68%. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സെയിൽസ് 32%. അപ്പോൾ കമ്പനിക്ക് നല്ലൊരു ഡൈവേഴ്സിഫൈഡ് ജോഗ്രഫിക്കൽ പ്രസൻസ്, അതുപോലെ തന്നെ ഇവർക്ക് നോൺ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് അല്ലെങ്കിൽ സെമി റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആയ ഇന്ത്യ, സെൻട്രൽ ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, വെസ്റ്റ് യൂറോപ്പ് അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ സെയിൽസ് ഉണ്ട് ഇവർക്ക്. അപ്പം ഇതിൽ അവർക്കൊരു 30 രാജ്യങ്ങളോളം ഇവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ ഇവർക്കൊരു നല്ലൊരു വളർച്ചയാണ് ഉള്ളത്. അതുപോലെ പ്രോഫിറ്റ് ലെവൽസിലും ഒരു സ്റ്റേബിൾ മാർജിൻ ആണുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് ഗ്ലോബൽ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കമ്പനിക്ക് നല്ല കോമ്പറ്റീഷനാണ് കമ്പനി ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈസിങ്ങിലും ഇവർക്ക് പ്രഷർ കമ്പനി ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ള റോ മെറ്റീരിയൽ പ്രൈസിലുള്ള വോളറ്റിലിറ്റി ഒക്കെ കൊണ്ട് ഇപ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടുമ്പോൾ അത് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ പ്രൈസ് കൂടുന്നത്, അതായത് റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1260 റുപ്പീസ് ആണ്. പി വരുന്നത് 22.6 ആണ്. ഡെറ്റ് ഇക്വിറ്റി വരുന്നത് 0.01 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 11% ആണ്. ROI 22.8, 1 year റിട്ടേൺ 17.8, 5 year CAGR 9.88, 200 DMA 1279, RSI 14 41.63. ഇനി നമ്മുടെ ലിസ്റ്റിലെ തേർഡ് കമ്പനി റൈറ്റ്സ് ലിമിറ്റഡ്. അപ്പോൾ 1974 ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതൊരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കൺസൾട്ടൻസി ആൻഡ് എഞ്ചിനീയറിംഗ് സെക്ടറിലെ ലീഡിംഗ് പ്ലെയർ ആണ് നമ്മുടെ കമ്പനി. അപ്പം ഇവർക്ക് ഒരുപാട് സർവീസസ് അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ റീച്ച് ഉണ്ട്. അപ്പം ഇന്ത്യൻ റെയിൽവേൻ്റെ ഒരു എക്സ്പോർട്ട് ആമാണ് നമ്മുടെ കമ്പനി ഉള്ളത്. അപ്പോൾ കമ്പനിയുടെ മേജർ ബിസിനസ് എൻഗേജ്മെൻറ്റ്സ് വരുന്ന കൺസൾട്ടൻസ്, എഞ്ചിനീയേഴ്സ്, റെയിൽവേ പ്രൊജക്ട് മാനേജേഴ്സ്, ഹൈവേസ്, എയർപോർട്ട്സ്, റോപ്പ് വേസ്, അർബൻ ട്രാൻസ്പോർട്ട്, ഇൻലാൻഡ് വാട്ടർവേസ് ഒക്കെയാണ്. അപ്പം 48 വർഷമായിട്ട് മുന്നോട്ടേക്ക് സക്സസ് ആയിട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് 55-ലധികം രാജ്യങ്ങൾ ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതായത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്ക, മിഡിൽ ഈസ്റ്റ് റീജിയൻസ് ഒക്കെ. അപ്പം ഇവർക്ക് 4 മെയിൻ സെഗ്മെൻറ്റ്സിലാണ് ഇവർ ഓപ്പറേഷൻസ് നടത്തുന്നത്. കൺസൾട്ടൻസി, എക്സ്പോർട്സ്, ലീസിംഗ് അതുപോലെ തന്നെ EPC. അപ്പോൾ ഇനി കൺസൾട്ടൻസി അതുപോലത്തെ എക്സ്പോർട്സിൽ നിന്നാണ് ഇവർക്ക് ഓപ്പറേറ്റിംഗ് ഇൻകത്തിലേക്കുള്ള മെയിൻ കോൺട്രിബ്യൂഷൻ വരുന്ന സെഗ്മെൻറ്റ്. ഇനി കഴിഞ്ഞ 6 മാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 40% കൂടിയിട്ടുണ്ട്. അതായത് 260 രൂപയിൽ നിന്ന് 364 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. കമ്പനിക്ക് പല സെഗ്മെന്റ്സിന് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം ഇവർ ഡൊമസ്റ്റിക് അതുപോലെ തന്നെ അബ്രോഡ് പ്രോജക്ട്സ് ഇവർ എടുക്കുന്നുണ്ട്. അപ്പം 2021 സാമ്പത്തിക വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഓപ്പറേഷനിൽ 90% റവന്യൂ കോൺട്രിബ്യൂഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഒരു സ്ട്രോങ് ഓർഡർ ബുക്കാണ് ഉള്ളത്. അപ്പോൾ 30 ജൂൺ 2022 5206 കോടിയാണ്. അതുപോലെ തന്നെ 2022 സാമ്പത്തിക വർഷത്തിൽ റവന്യൂ 2662 കോടി രൂപയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓവർ ദി ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി മാർജിൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2022 സാമ്പത്തിക വർഷത്തിൽ അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 27%. ഇനി ഇവരുടെ വീക്ക്നെസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ എനർജി സെക്ടർ ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനി ഇവരുടെ പ്രൈമറി റവന്യൂ വരുന്നത് ഇന്ത്യ അതുപോലെ തന്നെ അബ്രോഡുള്ള റെയിൽവേ സെക്ടറിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ എനർജി സെക്ടർ ഇൻക്ലൂഡിംഗ് റെയിൽവേയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ലോ ഡൗൺ വന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ പോളിസി ചേഞ്ചസ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സഫീഷ്യൻ്റ് ആയിട്ട് ബഡ്ജറ്റ് അലോക്കേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് കമ്പനിയുടെ ബിസിനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഫ്യൂച്ചർ ഓപ്പറേഷനിലും അത് ബാധിക്കും. അപ്പോൾ ഇതൊന്നും കൂടാതെ കമ്പനിയുടെ ബിസിനസ് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ട്ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 364 റുപ്പീസ് ആണ്. പി വരുന്നത് 15 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.01, 5 year സെയിൽസ് CAGR 14.5%, ROI 21.1, 1 year റിട്ടേൺസ് 28.6,
ഫയർ റിട്ടേൺസ് നില്ലാണ്, ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA വരുന്നത് 271 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 82.62 ആണ്. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി ഡാറ്റ പാറ്റേൺ ലിമിറ്റഡ്. അപ്പോൾ 1998 കർണാടകയിലെ ബാംഗ്ലൂരാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഡിസംബർ 2021 അവർ IPO ലോഞ്ച് ചെയ്തു. അപ്പോൾ കമ്പനി അവരുടെ പ്രോഡക്ട്സ് ഒക്കെ പബ്ലിക് സെക്ടർ ക്ലയൻസ് ആയ ലൈക്ക് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനൊക്കെയാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ ഡിഫൻസ് അതുപോലെ എയ്റോസ്പേസ് ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് പ്ലെയർ ആണ് ഡാറ്റ പാറ്റേൺസ് എന്നുള്ളത്. അപ്പോൾ കമ്പനിക്ക് ഡിഫൻസ് അതുപോലെ എയ്റോസ്പേസ് ഇലക്ട്രോണിക് സ്പേസിൽ ഒരു 3 പതിറ്റാണ്ടിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ കമ്പനിക്ക് ഡിഫൻസ് അതുപോലെ എയ്റോസ്പേസ് പ്ലാറ്റ്ഫോം ലൈക്ക് ഇപ്പോൾ എയർ, സ്പേസ്, ലാൻഡ് ആൻഡ് സീ ഒക്കെ അവർ കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്ട്രാറ്റജിക് എയ്റോസ്പേസ് അതുപോലെ ഡിഫൻസ് ഇലക്ട്രോണിക് സൊല്യൂഷൻസ് ഇൻക്ലൂഡിംഗ് പ്രോസസ്സേഴ്സ്, പവർ, റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ് എക്യുപ്മെൻറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ ഡിസൈൻ ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 46% കൂടിയിട്ടുണ്ട്. അതായത് 821 രൂപയിൽ നിന്ന് 1199 രൂപ ആയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ സ്പെഷ്യൽ ആക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡാറ്റ പാറ്റേൺസ് ഹൈലി റെപ്യൂട്ടഡ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് മാനേജ്മെൻറ്റ് ടീമാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫൻസ് അതുപോലെ തന്നെ എയ്റോസ്പേസ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് ബിസിനസ്സിൽ അവർക്കൊരു 3 പതിറ്റാണ്ടിലധികമായിട്ട് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ സപ്ലൈസൊക്കെ ആയിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പം ഇനി കമ്പനിക്ക് ഒരു അൺഎക്സിക്യൂട്ടീവ് ഓർഡർ ബുക്കാണുള്ളത്. ഇപ്പം അവരുടെ എല്ലാ പ്രൊജക്ട് നെഗോസിയേഷനും കംപ്ലീറ്റ് ചെയ്ത് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഇവരുടെ ഓർഡർ ബുക്ക് 1000 കോടി രൂപയിലും കൂടുതലായിരിക്കും. ഇനി 2022 സാമ്പത്തിക വർഷത്തിൽ ഇവരുടെ റവന്യൂ വരുന്നത് 310 കോടി രൂപയാണ്. ഇനി ഇവരുടെ വീക്ക്നെസ്സിലേക്ക് വരുവാണെങ്കിൽ കമ്പനിക്ക് ഒരു എക്സ്റ്റെൻഡഡ് ക്യാഷ് കൺവേർഷൻ സൈക്കിളാണുള്ളത്. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ വരുന്നത് അറൌണ്ട് 600 ഡേയ്സ് ആണ്. അത് കമ്പനിക്ക് പ്രോബ്ലമാറ്റിക് തന്നെയാണ്. അപ്പോൾ ഈ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഇൻഡിക്കേറ്റർ തന്നെയാണ്. അതായത് എത്ര പെട്ടെന്നാണ് അവർ ക്യാഷ് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെയിൽസ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. അപ്പം ഐഡിയലി നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു നമ്പർ കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇവരുടെ മേജർ റവന്യൂ എന്ന് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ഓർഗനൈസേഷനായ ISRO, HAL, DRDO അതുപോലെ തന്നെ ആംഡ് ഫോഴ്സിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫൻസ് ആൻഡ് സ്പേസ് റിസർച്ച് പ്രോഗ്രാമിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് റവന്യൂ പ്രൊഫൈലിൽ മോശമായിട്ടായിരിക്കും ബാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1199 റുപ്പീസാണ്. P 63.6, debt to equity 0.02, 5 years sales CAGR 44.4%, ROI 24, 1 year returns അതുപോലെ തന്നെ 5 year returns നില്ലാണ്, ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 1 years കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇവർ 200 DMA വരുന്നത് 845 ആണ്, RSI 14 വരുന്നത് 60.42 ആണ്. ഇനി ഫിഫ്ത്ത് കമ്പനി രാജ്രത്തൻ ഗ്ലോബൽ ആണ്. അപ്പോൾ 1989 മിസ്റ്റർ സുനിൽ ചോദ്യ അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ബീഡ് വയറിലെ ലാർജസ്റ്റ് മാനുഫാക്ചറാണ് രാജ്രത്തൻ ഗ്ലോബൽ വയർ ലിമിറ്റഡ് എന്നുള്ളത്. അപ്പം ഇതൊരു ടയർ ഓക്സിലറി ആണ്. അപ്പോൾ ഇവർ ബീഡ് വയർ അതുപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീൽ വയർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത് ടയർ പ്രൊഡക്ഷനിൽ ഒരു മെയിൻ കമ്പോണൻറ്റ് തന്നെയാണ്. അപ്പം ഇവർക്ക് 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ഒന്ന് ഇന്ത്യയിൽ മധ്യപ്രദേശിൽ പിതംപൂരിൽ, പിന്നെ തായ്ലൻഡിൽ രജ്പുരിയിൽ. അപ്പോൾ കമ്പനി തായ്ലൻഡിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ, USA, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ശ്രീലങ്ക, ഫിൻലാൻഡിലൊക്കെയുള്ള കസ്റ്റമേഴ്സിനായിട്ട്. അപ്പോൾ കമ്പനിക്ക് ഇന്ത്യ അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിൽ മാർക്യൂ കസ്റ്റമേഴ്സാണ് അവരുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ മാർക്യൂ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ റവന്യൂ പ്രൊഡ്യൂസേഴ്സ് അല്ല, അതുപോലെ തന്നെ ഫേമസ് ബ്രാൻഡ്സ് ഒന്നും ആയിരിക്കില്ല. അപ്പം ഇവരുടെ ലിസ്റ്റിൽ വരുന്ന കമ്പനീസാണ് അപ്പോളോ ടയേഴ്സ്, ബാലകൃഷ്ണ ടയേഴ്സ് ഒക്കെ. അപ്പം ഇവർ ഇന്ത്യൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നാണ് 57% റവന്യൂ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 43% ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് ഇവർ ഏൺ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 6 മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 109% കൂടിയിട്ടുണ്ട്. അതായത് 584 രൂപയിൽ നിന്ന് 1275 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കമ്പനി ഇന്ത്യ അതുപോലെ തന്നെ ഏഷ്യയിൽ, ഇപ്പോൾ ഏഷ്യയിൽ ചൈന ഒഴിച്ച് ബാക്കിയുള്ളടത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അതുപോലെ തന്നെ ലീഡിംഗ് ടയർ ബീഡ് വയർ മാനുഫാക്ചറാണ്. അതുപോലെ തന്നെ തായ്ലൻഡിലെ ഒരേ ഒരു ബീഡ് വയർ മാനുഫാക്ചറാണ് നമ്മുടെ കമ്പനി. ഇനി ഇവരുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി വരുന്നത് 1,12,000 MTPA ബീഡ് വയർ അതുപോലെ തന്നെ ബ്ലാക്ക് വയറാണ്. അപ്പം ഇതിലൂടെ ഇവർ നോക്കുകയാണെങ്കിൽ വേൾഡിൽ തന്നെ ലീഡിംഗ് വയർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പം ടയറിലെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് ഈ ടയർ ബീഡ് വയേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ക്വാളിറ്റിയിലും ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്.
അപ്പോൾ ഒരു പർട്ടിക്കുലർ മാനുഫാക്ചറിൻ്റെ ടയർ ബീഡ് വയേഴ്സ് അപ്രൂവ് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാ ടയർ മാനുഫാക്ചേഴ്സും അവരുടേതായ ഒരു പ്രോസസ്സ് അവർക്കുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ എൻട്രി ബാരിയർ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടയർ ബീഡ് വയർ ഇൻഡസ്ട്രിയിലെ മേജർ പ്ലേയേഴ്സിൻ്റെ നമ്പർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ടയർ ബീഡ് വയേഴ്സിലെ ഹയസ്റ്റ് മാർക്കറ്റ് ഷെയർ ആണ് കമ്പനിക്കുള്ളത്, 42% മാർക്കറ്റ് ഷെയർ. ഇനി തായ്ലൻഡ് 28% മാർക്കറ്റ് ഷെയർ ആണ് ഇവർക്കുള്ളത്. ഇനി നമ്മുടെ കമ്പനി അവരുടെ ഒരു 83% റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അവരുടെ 5 അല്ലെങ്കിൽ 5-ൽ കൂടുതൽ വർഷമായിട്ട് അവർ അസോസിയേറ്റ് ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്നാണ്. ഇനി ഇവരുടെ വീക്ക്നെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ മാർജിൻ റോ മെറ്റീരിയൽ പ്രൈസ് അനുസരിച്ച് സെൻസിറ്റീവ് ആണ്. അതായത് സ്റ്റീൽ പ്രൈസ് ഒക്കെ നല്ല വോളറ്റൈലാണ്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്ലിക്കൽ എൻഡ് യൂസർ ഇൻഡസ്ട്രി ഡിമാൻഡിലേക്ക് കമ്പനി എക്സ്പോസ്ഡ് ആണ്. അപ്പം ഇനി കമ്പനിയുടെ റവന്യൂയിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ വയർ ഡിമാൻഡൊക്കെ വരുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ്. അപ്പം ഈ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ ഗ്രോത്തിൽ വരുന്നത് നമ്മുടെ ഫ്യൂവൽ പ്രൈസ്, അതുപോലെ തന്നെ ഇൻകം ഗ്രോത്ത്, ഇൻട്രസ്റ്റ് റേറ്റ്, കസ്റ്റമർ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അനുസരിച്ചിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1275 റുപ്പീസാണ്. പി വരുന്നത് 47.4 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.40, 5 years sales CAGR 25.8, ROE 43.8, 1 year returns 176%, 5 year returns 92.4%, 200 DMA 795, RSI 14 59.4 ആണ്. അപ്പം ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 5 കമ്പനീസ്. അതായത് കഴിഞ്ഞ 6 മാസങ്ങളിൽ ഹയസ്റ്റ് റിട്ടേൺസ് നൽകിയിട്ടുള്ള 5 മിഡ് ക്യാപ് കമ്പനീസ്. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം ഏതൊരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.